തിരുവനന്തപുരത്ത് ദമ്പതികൾക്ക് നേരെ ആക്രമണമെന്ന് പരാതി. മലയൻകീഴ് ചുഴാറ്റുകോട്ട ക്ഷേത്രോത്സവത്തിനിടെയാണ് സംഭവം. ചുഴാറ്റുകോട്ട സ്വദേശി അനീഷ്, ഭാര്യ ശ്രീജ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. നമ്മൾ മലയൻകീഴ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് പരാതിയൊന്നും എടുത്തിട്ടില്ല. വൈഫായിട്ട് ഫാമിലി ആയിട്ടാണ് കാണാൻ വേണ്ടി പോയത്. നമ്മൾ അടിക്കലെന്ന് പലവട്ടം പറഞ്ഞു അവരെടുത്ത് ജാതി പറഞ്ഞാൽ നമ്മൾ അടിച്ചത്. തല വയ്യെന്ന് പറഞ്ഞിട്ട് തല സ്കാൻ ചെയ്ത് തല ഒരു സർജറി ചെയ്തതാണ്. എന്നിട്ടും അവരത് കേൾക്കാതെ മനഃപൂർവ്വം എടുത്ത് അടിച്ചതാണ്. വൈരാഗ്യം തീക്കും പോലും അറിഞ്ഞോ ഒരാൾ ഒരു 8-10 പേരാണ് എന്നെ അടിച്ചത്. എന്നിട്ട് അവർ വിട്ടില്ല, വിടെന്ന് പറഞ്ഞിട്ട് പോലും. ഞാനും എൻ്റെ ചേട്ടനും കൂടെയാണ് ഉത്സവം കാണാൻ വേണ്ടി പോയത്. ഉത്സവ സ്ഥലത്ത് പോലും പോയിട്ടില്ല, താഴെ നിന്നതേ ഉള്ളൂ. താഴെ നിന്നപ്പോൾ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടാണ് ആ 8-10 പേര് ചേർന്ന് അടിച്ചത്. എനിക്ക് 4 മാസം ഞാൻ പ്രഗ്നൻ്റ് ആണ്. എൻ്റെ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വിടെന്ന് പറഞ്ഞിട്ട് പോലും അവർ കേട്ടില്ല. എന്നിട്ട് എന്നെ പിടിച്ച് തള്ളുകയും ചെയ്തു. എൻ്റെ അമ്മയാണ് വന്ന് എന്നെ പിടിച്ച് മാറ്റി രക്ഷിച്ചത്. എസ് വിനേഷ് കുമാർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിനേഷ്, ഇത് 9ഓളം പേർ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഈ ദമ്പതികൾ പറയുന്നത്. എന്താണ് സംഭവം? ഇങ്ങനെയൊരു മർദ്ദനത്തിലേക്കും ആക്രമണത്തിലേക്കുമൊക്കെ കടക്കാനുള്ള കാരണം എന്തായിരുന്നു? അവരുടെ ചൂഴാറ്റുകോട്ട അമ്പലത്തിലെ ഉത്സവത്തിനിടയിലാണ് ശ്രീജയും ഭർത്താവ് അനീഷിനും നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. 9ഓളം പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇവരെ മർദ്ദിച്ച് എന്നാണ് പരാതി. അതിൽ മുൻവൈരാഗ്യമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് കാരണം എന്നാണ് ഇപ്പോൾ നമ്മൾ പോലീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം. ഇതിൽ കണ്ടാൽ അറിയാവുന്ന ഇവർക്കെതിരെ 9 പേരെയും അറിയാം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഉത്സവപ്പറമ്പിലുള്ള ആളുകൾക്കെല്ലാം തന്നെ ഇവരെ അറിയാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കൃത്യമായി പരാതി നൽകിയിട്ടുണ്ട് പോലീസ്. 4 മാസം ഗർഭിണിയായ ശ്രീജ മർദ്ദിക്കരുതെന്ന് പറഞ്ഞെങ്കിലും ശ്രീജയ്ക്കും മർദ്ദനമേറ്റു എന്നാണ് പറയുന്നത്. ഈ ഭർത്താവ് അനീഷിന്റെ മാതാവ് ഉണ്ടായിരുന്നു, അവരാണ് പിടിച്ചു മാറ്റിയത് ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കമ്പിപ്പാരയും മറ്റുള്ള ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആക്രമണം. അതുകൊണ്ട് തന്നെ അനീഷിനാണ് മാരകമായി പരിക്കേറ്റിട്ടുള്ളത്. അനീഷ് അതുപോലെ തന്നെ ശ്രീജി സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഇതിന്റെ പിന്നിൽ എന്തോ വ്യക്തിവൈരാഗ്യമാണ് എന്ന് അറിയുന്നു. ഇത് സംഭവത്തിന് പിന്നിൽ ഗുണ്ടകളാണ് എന്നും പറയുന്നുണ്ട്. മറ്റു ഗുണ്ടകളാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയുന്നത്. എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.